സാംസങ് ഗാലക്സി S25 അൾട്ര വേഴ്സസ് S23 അൾട്ര. എൻ്റെ ഒരു എക്സ്പീരിയൻസും ഈ രണ്ട് ഫോണുകൾ ഉപയോഗിച്ച ശേഷം എന്താണ് എനിക്ക് തോന്നിയ ഇതിലുള്ള വ്യത്യാസങ്ങൾ ഇത് നിങ്ങൾ അറിയണം. കാരണം S23 അൾട്ര എന്ന് പറയുന്ന ഏകദേശം 80,000-90,000 രൂപയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിന് ഏകദേശം 1.25 ലക്ഷം രൂപയാണ്. 1.25 ലക്ഷം രൂപ മുടക്കി ഇത് വാങ്ങിക്കാനുള്ളതുണ്ടോ, അതോ കുറഞ്ഞ ബഡ്ജറ്റിൽ ഞാൻ S23 അൾട്ര മേടിക്കുന്നതുകൊണ്ട് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? സോ ഡിസൈൻ വൈസ് ഈ രണ്ട് സ്മാർട്ട് ഫോണുകളിൽ ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. കാരണം ചില ആൾക്കാർക്ക് ഈ ഒരു ഡിസൈൻ ആയിരുന്നു ഇഷ്ടം, ചില ആൾക്കാർക്ക് ഈ ഡിസൈനാണ് ഇഷ്ടം. സോ ഡിപ്പെൻഡ്സ് ഓൺ യു. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ S25 അൾട്രയാണ് S23 അൾട്രേനേക്കാളും കുറച്ചുകൂടെ തിക്കറായിട്ട് തോന്നുന്നത്. അതിന്റെ മെയിൻ കാരണം ഒപ്റ്റിക്കൽ ഇല്യൂഷൻ, നിങ്ങളുടെ കണ്ണും ബ്രെയിനും നിങ്ങളെ പറ്റിക്കുന്നത് മാത്രമാണ്. S23 അൾട്ര കുറച്ചുകൂടി ഡാർക്കർ കളറാണ്, കർവ്ഡ് ആയിട്ടുള്ള സൈഡ്സ് ആണ്. ഇത് കുറച്ചുകൂടെ ബ്രൈറ്റർ കളറാണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള സൈഡ്സ് ആണ്. സോ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇത് ലൈറ്റ് കുറച്ചുകൂടെ ബെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇതാണ് ഇതിനേക്കാളും കുറച്ചുകൂടെ സ്ലിം ആയിട്ട് തോന്നുന്നത്. പക്ഷെ മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നത് S25 അൾട്ര S23 അൾട്രനേക്കാളും എത്രത്തോളം സ്ലിം ആണ് എന്നുള്ളത്. ഞാൻ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് വെയിറ്റിന്റെ കാര്യം നോക്കുവാണെങ്കിലും ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ഏകദേശം 1/4 കിലോ 234 ഗ്രാം ഉണ്ട്. അത് നമ്മൾക്ക് മനസ്സിലാവും. ഒരു സ്ലാബ്, ഒരു ടൈലിന്റെ സ്ലാബൊക്കെ കയ്യിലെടുത്ത് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെയിറ്റ് ഇല്ലാതെ തോന്നും. കമ്പാരിറ്റീവ്ലി ഇതാകെ 200 ഗ്രാം 218 ഗ്രാം മാത്രമേ ഉള്ളൂ. ആ ഒരു വെയിറ്റ് വ്യത്യാസം ശരിക്കും നിങ്ങൾ കയ്യിലെടുക്കുമ്പോൾ തോന്നും. ഞാനിത് എസ്പെഷ്യലി നോട്ടീസ് ചെയ്ത് കുറേ നേരം നമ്മൾ കയ്യിൽ ഇങ്ങനെ വെച്ച് ഉപയോഗിക്കുന്ന സമയത്ത്, ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ മുന്നിലേക്ക് ഭയങ്കരമായിട്ട് ലീൻ ചെയ്യുമ്പോൾ നല്ല വെയിറ്റ് കയ്യിൽ ഫീൽ ചെയ്യും. കമ്പാരിറ്റീവ്ലി ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റും ഡിസ്ട്രിബ്യൂട്ടഡും ആയതുകൊണ്ട് തന്നെ ടൈപ്പ് ചെയ്യുമ്പോൾ കുറേ നേരമൊക്കെ ഹോൾഡ് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു കയ്യിലേക്കുള്ള വെയിറ്റ് തോന്നുന്നില്ല. ആൻഡ് വെയിറ്റ് കുറയാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രെയിം തന്നെയാണ്. ഇത് ടൈറ്റേനിയം, പ്യുവർ ടൈറ്റേനിയം ഫ്രെയിമിലാണ് വരുന്നത്. ഇത് ആർമർ അലുമിനിയം ഫ്രെയിമിലാണ് വരുന്നത്. ആർമർ അലുമിനിയത്തിൻ്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടത്, ഇപ്പോൾ സൈഡ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല, കണ്ടില്ലേ, ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് യെസ്, ടൈറ്റേനിയം ഫ്രെയിം ആയതുകൊണ്ട് തന്നെയാണ് ഇത് കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആവുന്നതും. ആൻഡ് ടൈറ്റേനിയം ഇതിനേക്കാളും കുറച്ചുകൂടി ഡ്യൂറബിളും ആണ്. ഓൾസോ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലുള്ള ഒരു ഗ്ലാസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് കിട്ടുന്നത്. ഇതിനകത്ത് ഗൊറില്ല ഗ്ലാസ് അല്ല, ഗൊറില്ല ആർമർ 2 എന്ന് പറഞ്ഞ പ്രൊട്ടക്ഷൻ ആണ് കിട്ടുന്നത്. ടെക്നിക്കലി പറയുവാണെങ്കിൽ ഇതിനേക്കാളും സിഗ്നിഫിക്കൻ്റ്ലി ഡ്യൂറബിലിറ്റി കൂടുതലാണെന്ന് പറയുന്നു. എന്തായാലും ഞാൻ ഈ ഫോൺ കേസ് ഉപയോഗിച്ചിട്ടാണ് ഇത്രയും നാളും കൊണ്ടുനടന്നിരിക്കുന്നത്. ഈ ഫോണും കേസ് ഉപയോഗിച്ച് തന്നെ ആയിരിക്കും കൊണ്ടുനടക്കുന്നത് എന്നുള്ളതുകൊണ്ട് കേസ് വെച്ച് വീഴുമ്പോൾ എത്രത്തോളം ഇമ്പാക്റ്റ് വരുന്ന അറിയില്ല. ബട്ട് കേസ് ഇല്ലാതെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ടും ഇതിൻ്റെ ഗ്ലാസ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആയതുകൊണ്ടും ഇത് താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടാനുള്ള സാധ്യത ഈ വെയിറ്റ് കുറഞ്ഞ ഗൊറില്ല ആർമർ 2ൻ്റെ ബാക്കുള്ള ഈ ഫോണിനേക്കാളും എത്രയോ മടങ്ങ് കൂടുതലായിരിക്കും. ഇനി പലർക്കുള്ള ചോദ്യമാണ്, ബ്രോ ഈ രണ്ടെണ്ണത്തിനും ഡിസൈനിലൊന്നും കാര്യമായിട്ട് വ്യത്യാസമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് S23 അൾട്രയുടെ കേസ് S25 അൾട്രയിലും ഫിറ്റ് ആവില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ ശ്രമിച്ചു നോക്കി. സാധനം ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ക്യാമറ മൊഡ്യൂൾ ഫിറ്റ് ആവില്ല. ക്യാമറ മൊഡ്യൂളിൻ്റെ പ്ലേസ്മെൻറ്റിനൊക്കെ വ്യത്യാസമുണ്ട്. ഇനി ഈ രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെയും ഡിസ്പ്ലേ, ഇത് ഒരു 6.8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്, ഇത് 6.9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. പക്ഷേ രണ്ടും സൈഡ് ബൈ സൈഡ് വെക്കുമ്പോൾ S25 അൾട്രയാണ് കുറച്ചുകൂടി ചെറുത്. 6.9 ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ബെസൽ തീരെ കുഞ്ഞാണ്, കണ്ടില്ലേ സൈഡിൽ, കമ്പയർഡ് ടു ഇതിൻ്റെ ബെസൽ കണ്ടില്ലേ, ഇതിൻ്റെ ബെസൽ താഴെ കുറച്ച് തിക്കാണ്, മുകളിൽ കുറച്ച് തിന്നാണ്, സൈഡ്സ് തിന്നാണ്. പക്ഷേ കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയതുകൊണ്ട് കുറച്ചുകൂടി തിന്നറായിട്ട് തോന്നും. രണ്ടും QHD ഡിസ്പ്ലേ ആണെങ്കിലും ഇതിൻ്റെ റെസൊല്യൂഷൻ 3120 പിക്സൽസ് ആണ്, ഇത് 3088 പിക്സൽസ് ആണ്. വിഷ്വലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസുകളൊന്നും ഒറ്റ നോട്ടത്തിൽ തോന്നില്ല. പക്ഷേ നിങ്ങളിത് ഔട്ട്ഡോർ കൊണ്ടുപോകുമ്പോഴാണ് നല്ല വ്യത്യാസം വരുന്നത്. ഔട്ട്ഡോറിൽ ഇതിനകത്ത് 1750 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഉള്ളത് S23 അൾട്രയിലും. ഇതിനകത്ത് 2600 നിറ്റ്സിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ഉള്ളത് കൊണ്ട് തന്നെ വിസിബിലിറ്റി വൈസ് രണ്ടെണ്ണവും കമ്പയർ ചെയ്യുമ്പോൾ മൈൽസ് ഹെഡ് ആണ് ഈ ഒരു സാധനത്തിൽ. ഇനി ഇതിനും മുകളിലുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസ്പ്ലേ കണ്ടില്ലേ, ഈ ഡിസ്പ്ലേ ഇപ്പോൾ ഈ രണ്ടെണ്ണവും കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ചരിച്ചു കഴിഞ്ഞാൽ ആ ഒരു റിഫ്ലക്ഷൻ കണ്ടോ, ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണ് സ്ക്രീനിലുള്ളതെന്ന് കാണാൻ പറ്റും. റിഫ്ലക്ട് ചെയ്യുമ്പോഴും ഇതിനകത്ത് റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാണുന്നുണ്ടോ സ്ക്രീനിലുള്ളത്? സോ ഈ ഒരു ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടും ഔട്ട്ഡോറിലും ഇൻഡോറിലും ഒക്കെ വിസിബിലിറ്റിയിൽ ആ ഒരു കോൺട്രാസ്റ്റ് നല്ലപോലെ ഇമ്പ്രൂവ് ആക്കുന്നുണ്ട്. പിന്നെ ഫ്ലാറ്റ് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് ഇത് കർവ്ഡ് സ്ക്രീൻ ആണ്. സോ കർവ്ഡ് ആണോ ഫ്ലാറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റിലൂടെ അറിയിക്കുക ഏതാണ് ഇഷ്ടമെന്ന്. എന്നാലും റിഫ്രഷ് റേറ്റ് വൈസ് ഇതും 120 ഹെർട്സിന്റെ ഡൈനാമിക് ആമോലെഡ് 2x ഡിസ്പ്ലേ ആണെങ്കിലും ഇത് LTPOയിൽ തന്നെ മാക്സിമം 24 ഹെർട്സ് വരെ ലോവസ്റ്റ് റിഫ്രഷ് റേറ്റ് പോകുള്ളൂ. ഇത് നമ്മൾ അൺബോക്സിംഗ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായി. ഇത് 0 ഹെർട്സ് വരെ പോകും. വിച്ച് മീൻസ് നിങ്ങൾ ഒന്നും ഉപയോഗിക്കാത്ത സമയത്ത് ചുമ്മാ ഐഡിലായിട്ട് വെക്കുമ്പോൾ ഇത് 24 ഹെർട്സിൽ റിഫ്രഷ് റേറ്റ് ആവും, ഇത് 0 ഹെർട്സ് റിഫ്രഷേ ആവില്ല. വിച്ച് മീൻസ് സിഗ്നിഫിക്കൻ്റ്ലി
ബാറ്ററിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ വരാം. S24 അൾട്രയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. S23 അൾട്ര ഡിസ്പ്ലേനെ കമ്പയർ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി വിവിഡ് അല്ലായിരുന്നു എന്നുള്ളത് ആ കംപ്ലൈൻ്റ് ഒക്കെ ഇതിനകത്ത് സോൾവ് ചെയ്തിട്ടുണ്ട്. സോ ഈക്വലി രണ്ടും വിവിഡ് ആയിട്ടുള്ള സ്ക്രീനാണ്. ഇതിനകത്തുള്ള വിവിഡ്നെസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റും ചെയ്യാം. ആൻഡ് അഡീഷണലി ഇതിനകത്ത് വിഷൻ ബൂസ്റ്റർ എന്ന് പറഞ്ഞ ടെക്നോളജി അവർ കൊണ്ടുവന്നായിരുന്നു. കുറച്ചുകൂടി ക്രിസ്പായിട്ട് ബ്രൈറ്റ്നസ് കൂട്ടിയൊക്കെ വിഷ്വൽസ് കാണിക്കാനായിട്ട് കളർ പോവാത്ത രീതിയിൽ ഔട്ട്ഡോറിലൊക്കെ. ഇതിനകത്ത് വിഷൻ ബൂസ്റ്ററിൻ്റെ കൂടെ നിങ്ങൾക്കൊരു പ്രോ സ്കെയിലർ എന്ന് പറയുന്ന ടെക്നോളജിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ വീഡിയോസ് ഫോട്ടോസൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടി ഹയർ റെസൊല്യൂഷനിൽ കാണാനായിട്ട് പറ്റും. ഓവറോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതുവരെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഫോണുകളിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ആയിട്ട് തന്നെയാണ് ഇതെനിക്ക് തോന്നിയത്. ഈവൻ നിങ്ങളിപ്പോൾ ഷോറൂമിലൊക്കെ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്താണ് പറയുന്നതെന്ന് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ഡിസൈൻ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതിൻ്റെ തീരുമാനം നമുക്ക് അവസാനം എടുക്കാം. എന്തായാലും ഡിസ്പ്ലേയുടെ കാര്യം രണ്ടും കമ്പയർ ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഡിസ്പ്ലേ ഇതിനേലും എത്രയോ ബെറ്റർ ആണ് ഈ ഒരു ഡിസ്പ്ലേ എന്ന്. പ്രോസസ്സർ എങ്ങനെയാണ്? കാരണം 2 കൊല്ലം മുന്നേ ഇറങ്ങിയ ഫ്ലാഗ്ഷിപ്പ് പ്രോസറാണ് സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന് പറയുന്നത്. ആൻഡ് ഇക്കൊല്ലത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസറാണ് ഈ ഒരു സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന്. ആൻഡ് ഈ 2 പ്രോസസ്സിൻ്റെയും കസ്റ്റമൈസ്ഡ് വേർഷൻസ് ആണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് 8 Gen 2 for Galaxy, ഇതിനകത്ത് 8 Elite for Galaxy. 8 Gen 2 തന്നെ അത്യാവശ്യം നല്ല പ്രോസസ്സിംഗ് പവറുള്ളൊരു പ്രോസറായിരുന്നു. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ 8 Eliteന് എത്രത്തോളം വ്യത്യാസം പവറിലുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഗീക്ക് ബെഞ്ച് സ്കോർ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ S23 അൾട്രയുടെ ഗീക്ക് ബെഞ്ച് സ്കോർ. ഇതാണ് S25 അൾട്രയുടെ ഗീക്ക് ബെഞ്ച് സ്കോർ. ഈ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആ മൾട്ടി കോറിലൊക്കെയുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടില്ലേ? അതായത് ഇതൊരു 4 നാനോമീറ്റർ പ്രോസറാണ്, ഇത് ഒരു 3 നാനോമീറ്റർ പ്രോസറാണ്. പക്ഷേ 2 വർഷത്തിനുള്ളിൽ എത്രത്തോളം ആണ് ഈ ഒരു പ്രോസസ്സിംഗ് പവറിൽ വ്യത്യാസം വന്നിരിക്കുന്നത് മനസ്സിലായോ? ഈ ഒരു പവർ കൂടുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഹൈ പവർ ആയിട്ടുള്ള ടാസ്ക് ചെയ്യുമ്പോൾ മാത്രമല്ല, ലോ പവർ ആയിട്ടുള്ള ടാസ്ക് ചെയ്യുമ്പോൾ അത്രയും കുറവ് ഹീറ്റ് ജനറേറ്റ് ആവുള്ളൂ. കാരണം ഇത്രയും കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ആ കപ്പാസിറ്റീൻ്റെ ഭയങ്കര കുറവ് പെർസെൻറ്റേജ് അല്ലേ യൂസ് ആവുള്ളൂ. ഇപ്പോൾ ഞാൻ കാണിച്ചത് CPU-ൻ്റെ സ്കോറാണ്. ഇനി GPU-യുടെ സ്കോർ വന്നപ്പോഴാണ് ഞാൻ വീണ്ടും ഞെട്ടിപ്പോയത്. GPU-യുടെ സ്കോർ നോക്കി, ഇതിൽ ഏകദേശം 7000 റേഞ്ചിലാണ് വരുന്നത്. ആൻഡ് S25 അൾട്രയിലുള്ള GPU-യുടെ സ്കോർ നോക്കി 24,000 വൾക്കൻ്റെ സ്കോർസാണ്. സോ കണ്ടില്ലേ, ഗെയിമിംഗ് ആണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കണ്ണും പൊട്ടി ഈ ഒരു സാധനത്തിലേക്ക് പോകാം. കാരണം അത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ആണ് ഈ ഒരു സ്കോർസിൽ വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് വരുന്നത് 8 GB-യിലാണ്, ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് വരുന്നത് 12 GB-യിലാണ്. ആൻഡ് ഈ ഒരു ബേസ് വേരിയൻറ്റിൽ ഈ ഒരു റാം കൂട്ടുന്നതുകൊണ്ടുള്ള വേറൊരു ഗുണം ഞാൻ പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള AI സ്കോർസിലാണ്. ഞാനിപ്പോൾ ഗീക്ക് ബെഞ്ചിൽ തന്നെ ഗീക്ക് ബെഞ്ചിൻ്റെ AI സ്കോർ നോക്കി. ഗീക്ക് ബെഞ്ച് AI സ്കോർ 2 ഫോണിൻ്റെ എത്രയാണെന്ന് കാണിച്ചു തരാം. രണ്ടെണ്ണത്തിലും ഗീക്ക് ബെഞ്ച് AIൻ്റെ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ബെഞ്ച് മാർക്ക് ഒന്ന് റൺ ചെയ്യാൻ പോവാണ്. സോ രണ്ടെണ്ണത്തിലും ഞാൻ റൺ AI ബെഞ്ച് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു AI ബെഞ്ച് മാർക്ക് റൺ ആയിക്കൊണ്ടിരിക്കട്ടെ. എന്തായാലും ബെഞ്ച് മാർക്ക് റൺ ആവുന്ന സമയത്ത് ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം. രണ്ടിൻ്റെ ബേസ് വേരിയൻറ്റ് ഞാൻ പറഞ്ഞ പോലെ 256 GB ആണെങ്കിലും എത്ര പേര് പ്രീ ബുക്ക് ചെയ്തു എന്നറിയില്ല. പ്രീ ബുക്ക് ചെയ്തവർക്കൊക്കെ 256 GB-യുടെ പ്രൈസിൽ 512 GB-യുടെ സാധനം കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഭയങ്കര ലാഭമായിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്നറിയില്ല, സെയിൽ ഇപ്പം ഇന്നലെ തുടങ്ങി. എന്തായാലും AI സ്കോർ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് പിന്നെയും മുകളിലേക്കാണ്, മുന്നിലേക്കാണ് ഇതിനേക്കാളും. ഈ സ്കോർ റൺ ചെയ്യുന്ന സമയത്തും ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ശരിക്കും ഇപ്രാവശ്യം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കാരണം ഇത് അറിയാം, ഇപ്പോൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇതിൻ്റെ ഹീറ്റിംഗ് ചുമ്മാ ഇരിക്കുമ്പോൾ ഗീക്ക് ബെഞ്ച് അല്ല M22 എന്തെങ്കിലും റൺ ചെയ്യുമ്പോഴുള്ള ഹീറ്റിംഗ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് തീരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഭാഗത്ത് വേണമെങ്കിൽ തൊട്ട് നോക്കിയാൽ ഒരു വാമത്ത് പോലെ തോന്നാം. കമ്പയർ ടു ഇതിൻ്റെ ഡിസ്പ്ലേയും ചൂടാവും, ബാക്ക് സൈഡും ചൂടാവും. ഞാൻ S23 അൾട്രയുടെ റിവ്യൂ വീഡിയോ പറഞ്ഞിട്ടുണ്ടായില്ലേ, അതിൽ പറഞ്ഞ പോലെ തന്നെ ചൂടാവും. AI ബെഞ്ച് മാർക്ക് 74% ആയി. ഇത് ഇപ്പോഴും ഇവിടെ നിൽക്കുവാണ്. എന്തായാലും AI അവിടെ നടക്കട്ടെ. ഇനി ക്യാമറാസ്, ഈ 2 ക്യാമറാസിൽ ഈ ഒരു പ്ലേസ്മെൻറ്റിൽ വ്യത്യാസം വന്നിട്ടില്ല. ആൻഡ് ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ വൈസ് നോക്കുവാണെങ്കിൽ രണ്ടിലും പ്രൈമറി 200 മെഗാപിക്സലിൻ്റെ ക്യാമറ. ഇതിനകത്ത് നിങ്ങൾക്ക് 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 10 മെഗാപിക്സലിൻ്റെ ഒരു 3x ടെലിഫോട്ടോ ക്യാമറയും അതേപോലെ 10x ടെലിഫോട്ടോ പെരിസ്കോപ്പ് ക്യാമറയും ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാം 50 മെഗാപിക്സൽ അൾട്രാ വൈഡ്, 50 മെഗാപിക്സലിൻ്റെ 5x ടെലിഫോട്ടോ ആൻഡ് 10 മെഗാപിക്സലിൻ്റെ 3x ടെലിഫോട്ടോ. ഓക്കെ, ഇതിൻ്റെ ഗീക്ക് ബെഞ്ച് AI സ്കോർ വന്നു. ഇത് സ്റ്റിൽ റണ്ണിങ് ആണ്, ലെറ്റ് ഇറ്റ് ബി. രണ്ടെണ്ണത്തിലും ഞാൻ കണ്ട സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഒന്ന് അൾട്രാ വൈഡിൽ ഇപ്പോൾ ഞാൻ ആ ഒരു അൺബോക്സിംഗ് വീഡിയോയിൽ ഫോട്ടോസ് കാണിച്ച പോലെ അൾട്രാ വൈഡിൻ്റെ ഫോട്ടോസ് അടിപൊളിയാണ്. ഓവറോൾ ഇമേജ് പ്രോസസ്സിങ് ഈ പുതിയ പ്രോസസ്സർ കാരണമുള്ള ഓവറോൾ ഇമേജ് പ്രോസസ്സിങ് നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും നൈറ്റ് ടൈമിലൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഗ്രെയിൻസ് തീരെ ഇല്ല. ആൻഡ് ഇതിനകത്ത് നാച്ചുറലി നമ്മൾ ഫോട്ടോ എടുക്കുമ്പോണ്ടല്ലോ ആ ഒരു ഫോട്ടോ കുറച്ചുകൂടി വാം ആൻഡ് ഹൈലി പ്രോസസ്ഡ് അല്ലെങ്കിൽ കുറച്ച് ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. S23 അതിൻ്റെ ഒരു ഫീച്ചർ, നേച്ചർ അങ്ങനെയായിരുന്നു. ഇത് കുറച്ചുകൂടി ന്യൂട്രൽ ആയിട്ടുള്ള എന്താണോ നമ്മൾ കാണുന്നത് ആ ഒരു കളേഴ്സിലാണ് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ പിന്നീട് എഡിറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എഡിറ്റിങ്ങിലൊക്കെ നിങ്ങൾക്ക് ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഔട്ട്പുട്ടിൽ. ആൻഡ് അഗെയിൻ S23 അൾട്രയിൽ ഉണ്ടായ വലിയൊരു പ്രശ്നമായിരുന്നു ഷട്ടർ ലാഗ്. അമർത്തി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്നതിനുള്ള ലാഗ്. അത്
ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഷട്ടർ ലാഗ് തീരെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കമ്പയർ ടു പ്രീവിയസ് ജനറേഷൻസ്. ആൻഡ് ഈവൻ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കുന്നു, ഇപ്പോൾ പോർട്രേറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ പ്രോസസ്സ് ആവും. പ്രോസസ്സ് ആവാൻ ഏകദേശം ഒരു 3, 4, 5 to 10 സെക്കൻഡ് വരെയൊക്കെ എടുക്കും. ഇതിനകത്ത് ആ ഒരു സംഭവം കണ്ടില്ല എന്ന് മാത്രം. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സ് ആവും, ഏകദേശം 1 സെക്കൻഡിനുള്ളിൽ തന്നെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. സ്കോർ ഇപ്പോഴും ഇതിനകത്ത് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഇതിനകത്തുള്ള ഓൺ ഡിവൈസ് എത്രത്തോളമാണ് ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നതെന്ന്. ബേസിക്കലി ഈ ഫോൺ ഇറങ്ങിയ സമയത്ത് ഇതിനകത്ത് ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ടായില്ല. അറിയോ, S24 അവർ ഫീച്ചർ കൊണ്ടുവന്നത്. അതിനുശേഷം ഇതിനകത്ത് അപ്ഡേറ്റ് വന്നു, 1 UI അപ്ഡേറ്റ് വന്ന ശേഷമാണ് ഗാലക്സി ഫീച്ചേഴ്സ് ഇതിനകത്ത് വന്നത്. ഇതിനകത്ത് ഓൺ ഡിവൈസ് ഒരുപാട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അപ്ഡേറ്റ് ഇതിനും കിട്ടും. 4 വർഷത്തെ OS അപ്ഡേറ്റ് ആണ് പറഞ്ഞിരുന്നത്. ആൻഡ്രോയിഡ് 13 1 UI 5 ആയിരുന്നു, 1 UI 6 ആയി, ആൻഡ്രോയിഡ് 14, ഇനി 1 UI 7 വരാം. പക്ഷേ ഇതിനകത്ത് ഗാലക്സി ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ബട്ട് ഓൺ ഡിവൈസ് ഉള്ള പവർ ഇതിൻ്റെ ഭയങ്കര കുറവാണ്. ഇത് ഇപ്പോഴാണ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്നത്. സോ ഹെവിലി ഇത് ക്ലൗഡിൽ തന്നെയാണ് റിലേ ചെയ്യുന്നത്. ആൻഡ് ക്ലൗഡ് റിലേ ചെയ്യുമ്പോഴും ഇതിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കിട്ടില്ല. ഇപ്പോൾ സർക്കിൾ ടു സെർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ജെമിനിയുമായിട്ട് പല ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഇൻറ്റഗ്രേഷൻ, പിന്നെ ഓൺ ഡിവൈസിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പരിപാടികൾ, റൈറ്റിംഗ് ടൂൾസ്, റൈറ്റിംഗ് അസിസ്റ്റ് ഒക്കെ ഓൺ ഡിവൈസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, സ്കോർ വന്നു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്കോർ കമ്പയർ ടു ഇതിൻ്റെ സ്കോർ. കുറേ ആൾക്കാർ പറഞ്ഞു നടക്കുന്ന കാര്യമാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ കൂടെ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ് എന്ന്. ബട്ട് റിയാലിറ്റി അങ്ങനെയല്ല. ഫീച്ചേഴ്സിന് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും വേണം. ആൻഡ് അതിന് കേപ്പബിൾ ആയിട്ടുള്ള റാമും പ്രൊസസ്സറും വേണം. ഇതിനകത്ത് കേപ്പബിൾ ആയിട്ടുള്ള റാമും ഉണ്ട്, അതുകൊണ്ടാണ് 12 GB ബേസ് വേരിയൻ്റ് ആക്കിയേക്കുന്നത്. ആൻഡ് പ്രോസസ്സറും കുറച്ചുകൂടെ കേപ്പബിൾ ആണ്. നമ്മളിപ്പോൾ ബെഞ്ച് മാർക്കിലൂടെ കണ്ടു. ഇതിൻ്റെ ബേസ് വേരിയൻ്റ് റാം കുറവാണ്, 256 GB പ്ലസ് ഇതിൻ്റെ പെർഫോമൻസ് ഓൺ പ്രോസസ്സർ അത്ര പോരാ. സോ ടെക്നിക്കലി അപ്ഡേറ്റ് വഴി നിങ്ങൾക്ക് കിട്ടുവാണെങ്കിലും ഇതിൻ്റെ അത്രയും സ്പീഡിലും ഇതിൻ്റെ അത്രയും ചെയ്യാനായിട്ട് ഇതിന് പറ്റില്ല, ഇഫ് യു കൺസിഡർ ഇനി ഇതിന് രണ്ടെണ്ണത്തിനകത്തും 5000 mAh ബാറ്ററിയാണ്. ഇക്കൊല്ലവും 2023 തൊട്ട് ഇക്കൊല്ലവും 5000 ആണ് കൊടുത്തേക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് പരിതാപകരമായി വന്നു. തുടക്കത്തിൽ കുഴപ്പമുണ്ടായില്ല, അത്യാവശ്യം നല്ല ബാറ്ററി ആയിരുന്നു. ആൻഡ് ലേറ്റർ ബാറ്ററി ഒരു ദിവസം നിൽക്കുന്നത് നല്ല ബുദ്ധിമുട്ടായിട്ട് മാറുകയായിരുന്നു. പക്ഷേ എന്നാലും ഐഫോണുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എനിക്ക് എത്രയോ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നി. ഇതിനകത്ത് വന്നപ്പോൾ ഇതിനകത്തും 5000 mAh ആണെങ്കിലും എന്ത് മാജിക്കാണ് കാണിച്ചേക്കുന്നതെന്ന് അറിയില്ല, ഇതിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ്. മെയിൻലി ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡിസ്പ്ലേ 0 Hz റിഫ്രഷ് റേറ്റ് വരെ പോകും. ഇതിൽ കുറച്ചുകൂടി 3 nanometer എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസ്സർ, കൂളിംഗ് കുറച്ചുകൂടി അടിപൊളിയാണ്. ആൻഡ് ഓവറോൾ സോഫ്റ്റ്വെയർ വെൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. പ്രോസസ്സർ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ആൻഡ് കുറേ കാര്യങ്ങളൊക്കെ ഓൺ ഡിവൈസിൽ മാനേജ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാറ്ററി ലൈഫ് സിഗ്നിഫിക്കൻറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ പോയിട്ട് നിങ്ങൾ ഇത് മേടിക്കുവാണെങ്കിൽ ഇതിൽ കിട്ടുന്ന ബാറ്ററി പരിതാപകരമായിരിക്കും ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ചാർജിങ്ങിലൊന്നും ഒരു വ്യത്യാസവും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴും 45 വാട്ട് തന്നെയാണ്. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്, 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്, 4.5 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്, അതൊക്കെ ഇപ്പോഴും സെയിം തന്നെയാണ്. ഇത് Qi2ൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. ബട്ട് Qi2 സപ്പോർട്ട് ചെയ്യുന്ന കേസ് അതേപോലെ ചാർജറൊക്കെ നിങ്ങൾക്ക് വേണം. ക്യാമറയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, സൂം. ഇതിനകത്ത് ഒരു 10x ടെലിഫോട്ടോ ക്യാമറ ഉണ്ട്. ഇതിനകത്ത് 5x ടെലിഫോട്ടോ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ 10x ഒരു 10 MP ക്യാമറയാണ്. ഇതിൻ്റെ 5x ഒരു 50 MP ക്യാമറയാണ്. ടെക്നിക്കലി ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ 50 MP അകത്ത് പോയിട്ട് 5x 10x ആക്കുമ്പോൾ ക്രോപ്പ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ബിൻ ചെയ്യും. ഇത് ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്താണ് കിട്ടുന്നത് അങ്ങനെ തന്നെ എടുക്കാനായിട്ട് പറ്റും. ഫ്രം ഫിസിക്കൽ ഹാർഡ്വെയർ പോയിന്റ് ഓഫ് വ്യൂ ശരിയാണ്, ഇതിനകത്താണ് കുറച്ചുകൂടി കൂടുതൽ ഒപ്റ്റിക്കൽ സൂം വരുന്നത്. കാരണം ഇതിനകത്ത് ഒപ്റ്റിക്കൽ ക്വാളിറ്റി സൂമാണ്. പക്ഷേ ഇതിലായാലും നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ വ്യൂ ഫൈൻഡറിൽ കാണുന്ന വ്യൂ ഉണ്ടല്ലോ, ആ വ്യൂ ചിലപ്പോൾ ഇതിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ആ വ്യൂ ഇതിനകത്ത് കുറച്ചുകൂടി കുറവായിരിക്കും. കാരണം എന്താണ്, ഇത് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാണ് ബിന്നിങ് ചെയ്യുന്നത്. ഇതിൻ്റെ ലെൻസ് ഓൾറെഡി 10x ആയതുകൊണ്ട് 10xൽ നമ്മൾ പ്രിവ്യൂ ചെയ്യുന്ന സമയത്ത് ബിന്നിങ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് വരുന്ന ഔട്ട്പുട്ട് നോക്കുന്ന സമയത്ത് ഇതിനായാലും കുറച്ചുകൂടി ബെറ്റർ പ്രോസസ്സിംഗ് പവർ ഇതിനുണ്ട് എന്നുള്ളതുകൊണ്ട് ഫോട്ടോസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് 10xൽ വരുന്നത് ഇതിലാണ്. ദാറ്റ് ഈസ് ദ മാജിക് ഓഫ് പിക്സൽ ബിന്നിങ് ആൻഡ് സോഫ്റ്റ്വെയർ. എന്നാൽ ഒരു കാര്യം പറയാതിരിക്കാനായിട്ട് പറ്റില്ല, ഈ രണ്ടെണ്ണത്തിലും S Pen ഉണ്ടെങ്കിലും ഈ S Penൻ്റെ അകത്ത് ബ്ലൂടൂത്ത് ഉണ്ട്, ഈ S Penൻ്റെ അകത്ത് ബ്ലൂടൂത്ത് ഇല്ല. സോ രണ്ട് S Pen നോക്കുവാണെങ്കിൽ സൈസിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നില്ല എങ്കിലും ഈ രണ്ടെണ്ണത്തിൽ ഇതിൽ ബ്ലൂടൂത്ത് ഉണ്ട്. സോ നിങ്ങൾക്ക് ക്യാമറ ഷട്ടറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് ബ്ലൂടൂത്ത് ഇല്ല. ജെറിയാണ് എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിനകത്ത് ബാറ്ററി ഇടാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടായി, ബട്ട് സ്റ്റിൽ അവർ ഇട്ടില്ല എന്നാണ്. സോ ഐ ഡോണ്ട് നോ വൈ that is removed. മീ പേഴ്സണലി ഞാൻ ഈ സാധനം അങ്ങനെ റീലൊക്കെ എടുക്കാനായിട്ടൊരു ഷോർട്ട് വീഡിയോ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. അല്ലാണ്ട് റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ ഉപയോഗിക്കലില്ല ഈ സാധനത്തിൻ്റെ എന്നുള്ളതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ടത് ഫീൽ ചെയ്യുന്നില്ല. ബട്ട് ആ ഒരു ഫീച്ചർ എന്തുകൊണ്ട് കളഞ്ഞു എന്നുള്ള കാര്യം ഐ ഡോണ്ട് നോ. ഒരു റോ ഒപ്പീനിയൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറേ സംസാരിച്ച് ലെങ്ത് കൂടിയിട്ടുണ്ടാകും. ബട്ട് ആസ് എ കോമൺ മാൻ അല്ലെങ്കിൽ ഒരാൾ
ഒരു ഷോറൂമിലേക്ക് പോവുകയാണ് എന്ന് വിചാരിക്കുക, അയാൾക്കൊരു ഫോൺ മേടിക്കണം എങ്കിൽ ആ സമയത്ത് നേരിട്ട് S23 അൾട്രയും S25 അൾട്രയും സൈഡ് ബൈ സൈഡ് കാണുന്ന സമയത്ത് പ്രധാനമായിട്ടും തോന്നുന്ന വ്യത്യാസങ്ങളാണ്. ഒന്ന്, ഡിസ്പ്ലേ, ഈ ഒരു ഫ്ലാറ്റ് കർവ്ഡ് ആയിട്ടുള്ള സംഭവം ആൻഡ് ഈ ഒരു റിഫ്ലക്ഷൻ്റെ പരിപാടികൾ. അത് നോട്ടത്തിൽ. ഇനി സാധനം കയ്യിലെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ഹാർഡായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള എഡ്ജുകളും ഇതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള എഡ്ജുകളും നോക്കുമ്പോൾ ഒരു ഡിസൈൻ അല്ലെങ്കിൽ എർഗണോമിക് ചേഞ്ച് പ്ലസ് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, വെയിറ്റ് കൂടുതൽ വെയിറ്റ് കുറവ്, ആ ഒരു കാര്യം ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓൾറെഡി നിങ്ങളുടെ S23 അൾട്ര യൂസറൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു S25 അൾട്ര മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് തോന്നാനായിട്ട് പോകുന്നത് ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ ഓവറോൾ സ്മൂത്ത്നെസ്, ചൂട് അതായത് ഹീറ്റിംഗ് ഭയങ്കര കുറവാണ് എന്നുള്ളത്, ചാർജ് കുറേ അധികം നേരം നിൽക്കുന്നു എന്നുള്ളതും, ഓവറോൾ ഫോൺ കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിട്ടും ക്യാമറ പെർഫോമൻസ്, പ്രത്യേകിച്ചും ക്യാമറ UI ഒക്കെ ആൻഡ് ക്യാമറയിലുള്ള ഷട്ടർ ലാഗ് ആൻഡ് വീഡിയോ പെർഫോമൻസ് ഒക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇമ്പ്രൂവ് ആയതുപോലെ നിങ്ങൾക്ക് എന്തായാലും തോന്നും. സോ ടു കൺക്ലൂഡ്, 2023 ഇറങ്ങിയ ഈ ഫോണ് വില കുറച്ച് മേടിക്കണോ അതോ 2025 ഇറക്കിയിരിക്കുന്ന ഈ ഒരു ഫോൺ മേടിക്കണോ എന്ന് ചോദിച്ചാൽ, വെൽ, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഭയങ്കര കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ ഡെഫിനറ്റ്ലി S25 കിട്ടില്ലല്ലോ. അങ്ങനെയുള്ള കേസിൽ ഇത് നിങ്ങൾക്ക് മേടിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഓൺ പേപ്പർ അല്ലാതെ യൂസ് ചെയ്യുന്ന സമയത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നല്ലപോലെ ഇമ്പ്രൂവ്മെൻറ്റ്സ് S25 അൾട്രയിൽ വന്നിട്ടുണ്ട്. ആ ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരു യൂസർ എക്സ്പീരിയൻസ് ഉള്ള മാത്രമേ അത് പറയാനായിട്ട് പറ്റുള്ളൂ എന്ന്. സോ അത്രയുള്ളൊരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.